ശ്രീ രമേശ് ചെന്നിത്തല അങ്ങേക്ക് 8 മിനിറ്റ്. ഞാൻ അപ്രോപ്രിയേഷൻ ബില്ലിനെ എതിർക്കുകയാണ്. സർ, ഗുരുതരമായ സാമ്പത്തിക തകർച്ചയിലാണ് ഇന്ന് കേരളം. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി നേരത്തെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞത് കേരള സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറി എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിരിക്കാം. പക്ഷേ കേരളത്തിൽ പ്ലാൻ വെട്ടിക്കുറയ്ക്കുന്നു, ലക്കും ലഗാനുമില്ലാതെ കടമെടുക്കുന്നു. പ്ലാൻ ബി നടപ്പാക്കുമെന്ന് പറഞ്ഞു. പ്ലാൻ ബി എന്താണ് സാർ? ബഡ്ജറ്റ് പ്ലാൻ അലോക്കേഷൻ പോലും വെട്ടിക്കുറയ്ക്കുന്നതാണ് പ്ലാൻ ബി എന്ന് പറയുന്നത്. സാമൂഹ്യക്ഷേമ പദ്ധതികൾ തകർച്ചയിലായി, പലതും കട്ടപ്പുറത്തായി. അപ്പോൾ അദ്ദേഹം ഉന്നയിച്ചിട്ട വസ്തുതകൾ മറച്ചു വെക്കുകയും പദ്ധതികൾ നടപ്പാക്കാതിരിക്കുകയും ബില്ലുകൾ പിടിച്ചു വെക്കുകയും ചെയ്തുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം വരുത്താമെന്നുള്ള തെറ്റായ ധാരണയാണ് അദ്ദേഹത്തിനുള്ളത്. സാർ, 2016 തോമസ് ഐസക് ഒരു ധവളപത്രം ഇറക്കിയിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞു 2023-24 കാലഘട്ടങ്ങളിൽ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമാകുമെന്ന് പറഞ്ഞു. സാർ, അതിനുശേഷം അങ്ങനെ പറഞ്ഞെങ്കിലും അതിനുശേഷമുള്ള 2 ഇടതുമുന്നണി ഗവൺമെൻറ്റുകളും സാമ്പത്തിക രംഗത്തെ മെച്ചപ്പെടുത്താൻ ഉതകുന്ന ഒരു കർമ്മ പദ്ധതികൾക്കും രൂപം കൊടുത്തില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ സാർ, നമ്മുടെ ഈ അക്കൗണ്ട്സ് അറ്റ് എ ഗ്ലാൻസ് എന്ന റിപ്പോർട്ടിൽ പറയുന്ന ഈ വർഷം 2023-24 സംസ്ഥാനം എടുത്ത കടം 1 ലക്ഷം കോടിയാണ്. 1 ലക്ഷം കോടി രൂപ കടമെടുത്തിരിക്കുന്നു. സർ, ഒന്നാം പിണറായി ഗവൺമെൻറ് അധികാരത്തിലെത്തിയപ്പോൾ 1.62 ലക്ഷം കോടിയായിരുന്നു നമ്മുടെ പൊതുക്കടം. 8 വർഷം കൊണ്ട് 4.71 ലക്ഷം കോടി ആയി കടം വർദ്ധിച്ചിരിക്കുന്നു. സർ, വികസന പദ്ധതികൾക്ക് കടമെടുക്കേണ്ടി വരും. അതാവശ്യമാണ്, എല്ലാ സംസ്ഥാനങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ചെയ്യുന്ന എന്താണ് സർ? വെയ്സ് ആൻഡ് മീൻസിന് വേണ്ടി, അതോടൊപ്പം തന്നെ പഴയ കടം തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഈ എടുക്കുന്ന കടം ചെലവഴിക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സർ, കേരളം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലും കടക്കെണിയിലും വീണ് കിടക്കുകയാണ്. സർ, കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ കാണാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോവുകയുണ്ടായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ധനകാര്യമന്ത്രിയെ കൂടി കൊണ്ടുപോകാൻ വളരെ കഷ്ടമായി പോയി. കാരണം ധനകാര്യസ്ഥിതിയെപ്പറ്റി അറിയുന്ന അദ്ദേഹമല്ലേ. അദ്ദേഹത്തിനെ അവിടെയും അവഗണിച്ചു. ധനകാര്യമന്ത്രിയുടെ മുകളിൽ മറ്റൊരു സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് ധനവകുപ്പിനെയും ധനമന്ത്രിയെയും ഇകഴ്ത്തിക്കാണിക്കാനാണ് ഇന്ന് ഈ ഗവൺമെൻറ് ശ്രമിക്കുന്നത്. സർ, എന്താണ് ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമനോട് ചീഫ് മിനിസ്റ്റർ പറഞ്ഞത് എന്നുള്ള കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. സർ, ഒരു ഭാഗത്ത് കേന്ദ്രവിരുദ്ധ സമരം, മറുഭാഗത്ത് അനുനയം. ഇതാണ് CPMൻ്റെ സമീപനം. സാർ, ഇവിടെ രാജീവ് ചന്ദ്രശേഖർ വന്നത് നല്ല കാലമാണ് എന്ന് പ്രഭാകരൻ പറഞ്ഞത് വളരെ നന്നായി. കാരണം നിങ്ങൾ അവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ നന്നായി, നല്ല കാലം വന്നുവെന്നാണ് പറഞ്ഞത്. സാർ, രാജീവ് ചന്ദ്രശേഖരനല്ല നരേന്ദ്രമോദി വന്നാലും കേരളത്തിൽ BJP ക്ലച്ച് പിടിക്കില്ല എന്നുള്ളതാണ് സത്യം. അവരിപ്പം പ്രഹ്ലാദ് ജോഷി എന്ന് പറഞ്ഞിരിക്കുന്നു കേരളം ബാലികേറാമലയല്ല എന്ന്, ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്ന് ഞാൻ ഇവിടെ വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. CPM സഹായിച്ചാലും കേരളത്തിലെ ജനങ്ങൾ BJPയെ അധികാരത്തിലേറ്റുകയോ 1 സീറ്റ് പോലും നൽകുകയോ ചെയ്യില്ല എന്നുള്ളതാണ് സത്യം. സാർ, ഇവിടെ അതുകൊണ്ട് നിങ്ങൾ ഈ നാടകം അവസാനിപ്പിക്കണം. ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനുമായി ബ്രേക്ക്ഫാസ്റ്റ് ഡിപ്ലോമസി അത് നിങ്ങൾ അവസാനിപ്പിക്കുക. അതിനർത്ഥം എന്താണെന്നുള്ള കാര്യം ഇതുവരെ പറയുന്നില്ല. ധനകാര്യ വകുപ്പിനെ പറ്റി ആയിരുന്നെങ്കിൽ ധനകാര്യമന്ത്രി പോകണമായിരുന്നു. ഏതായാലും അത് ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. സർ, പ്ലാൻ എക്സ്പെൻഡിച്ചർ ഈസ് വെരി ലോ. കഴിഞ്ഞ അസംബ്ലിയിൽ അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ സെഷനിൽ അദ്ദേഹം പറഞ്ഞത് 2024-25 79% പ്ലാൻ എക്സ്പെൻഡിച്ചർ ഉണ്ടായെന്നാണ്. പ്ലാനിംഗ് ബോർഡിൻ്റെ കണക്ക് എന്താ പറയുന്നത്? സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് പറയുന്നു 54.74% മാത്രമാണ്. പ്ലാനിംഗ് ബോർഡ് പറയുന്നതാണോ ശരി? ധനകാര്യമന്ത്രി പറയുന്നതാണോ ശരി? സർ, മാർച്ച് 20 അതോടൊപ്പം തന്നെ there is no accuracy, transparency and the department is in total confusion. സർ, മിസ്റ്റർ ബാലഗോപാൽ ഇവിടെ കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ പറഞ്ഞു 15,945 കോടിയാണ് നമ്മുടെ ഉള്ളത്. അതിൽ 21,838-ൽ 15,945 കോടി ചെലവഴിച്ചു എന്നുള്ളതാണ്. പ്ലാൻ സൈസ് വെട്ടിക്കുറച്ച് ഇന്ന് വികസന പ്രവർത്തനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. സാർ, ലോക്കൽ ബോഡീസിന് 94% ചെലവുണ്ടായെന്നാണ് അദ്ദേഹം പറഞ്ഞത്.
പക്ഷേ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് പറയുന്നു 45.44% കേന്ദ്ര പദ്ധതികൾ കൂടി ചേർക്കുമ്പോൾ 57.26 ആകുന്നു. സാർ ഇതാണോ സാർ പ്ലാൻ ബി? പ്ലാൻ മുഴുവൻ വെട്ടിക്കുറച്ചുകൊണ്ട് ആരുടെയൊക്കെ പ്ലാനാണ് സാർ വെട്ടിയത്? ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കേണ്ട 6-8 കോടി ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ചു. അതുപോലെ തന്നെ സാർ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് കൊടുക്കേണ്ട ന്യായമായ 500 കോടി രൂപ വെട്ടിക്കുറച്ചു. ഇതാണോ മിസ്റ്റർ പ്രഭാകരൻ ഈ ഗവൺമെന്റിന്റെ നയം? 500 കോടി രൂപ പട്ടികജാതിക്ക് സാർ ഇന്ന് വരെ പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരുമായ ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി ചെലവഴിക്കുന്ന പണം ഒരു ഗവൺമെന്റും വെട്ടിക്കുറച്ചിട്ടില്ല. സാർ എന്തിനാണ് സാർ ഇങ്ങനെ കബളിപ്പിക്കുന്നത്? ഡൗൺ സൈസിങ് ദ പ്ലാൻ എന്നുള്ളതാണ് നിങ്ങളുടെ മുഖമുദ്ര. അല്ലെങ്കിൽ ധനകാര്യമന്ത്രി പറയണം ഇത് രാഷ്ട്രീയവും ഭരണപരവുമായ നിരവധിയായ ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. സർ ഇന്ന് ഈ ഗവൺമെന്റ് കോൺട്രഡിക്ഷൻ മാത്രമാണ് ഈ ഗവൺമെന്റിന്റെ മുഖമുദ്ര. സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ചുള്ള നിരവധി ചോദ്യങ്ങൾ ഉയരുമ്പോൾ അതിന് വ്യക്തമായ മറുപടി നിങ്ങൾ പറയുന്നില്ല. സാർ നിങ്ങൾ പ്ലാൻ വെട്ടിക്കുറയ്ക്കാൻ ക്യാബിനറ്റ് തീരുമാനിച്ചാണ്. 50% കട്ട് ഗവൺമെന്റ് തീരുമാനിച്ചു. 2 ഓർഡറുകൾ നിങ്ങൾ ഇറക്കി. ഇപ്പോൾ ഫൈനാൻഷ്യൽ ഈ മാർച്ച് 31 വരുമ്പോൾ എന്താണ് സ്ഥിതി സാർ? സീരിയസ് റെസ്ട്രിക്ഷൻസ് ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ്. മാർച്ച് 26 മുമ്പ് ബില്ലുകൾ സബ്മിറ്റ് ചെയ്യണമെന്നാണ് നിർദ്ദേശം. 1 ലക്ഷത്തിന് വരെയുള്ള ബില്ലുകൾ മാത്രമേ പാസ്സാക്കാവൂ എന്ന് നിർബന്ധം പറയുന്നു. ലേറ്റായ ബില്ലുകൾ അംഗീകരിക്കേണ്ട എന്ന് പറയുന്നു. അപ്പൊ സീരിയസ് ആയിട്ടുള്ള നിയന്ത്രണങ്ങൾ ട്രഷറിയുടെ മുകളിൽ നിങ്ങൾ ഏർപ്പെടുത്തുകയാണ്. അവസാന നിമിഷത്തെ ഇൻഫ്ലക്സ് തടയാൻ ടോക്കൺ സിസ്റ്റം ഏർപ്പെടുത്തുന്നുണ്ടോ എന്ന് മന്ത്രി വ്യക്തമാക്കണം. ഈ വർഷത്തെ ബില്ലുകൾ പോലും ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് നടപടി ഉണ്ടാകും? ആ കാര്യത്തെപ്പറ്റി ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിക്കണമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സാർ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ടിന്റെ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തുന്നു. മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 36.23 പൊതുക്കടമെന്നാൽ FRBM ആക്ട് പ്രകാരം 33.23 മാത്രമേ പാടുള്ളൂ. ഈ പരിധിക്ക് പുറത്താകണം എന്ന് CNDAG നിരീക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാ വികസന പ്രവർത്തനങ്ങളും സ്തംഭിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കേണ്ട യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തത് കൊണ്ട് പല പദ്ധതികൾക്കുള്ള കേന്ദ്ര വിഹിതം ലഭിക്കുന്നില്ല എന്നാണ് നിർമ്മല സീതാരാമൻ പറയുന്നത്. എനിക്കറിയില്ല അത് ശരിയാണോ എന്ന് അങ്ങ് വ്യക്തമാക്കണം. സാറ് പ്രഭാകരൻ പറഞ്ഞൊരു കാര്യത്തിലൂടെ മറുപടി പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു. അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് കാലഹരണപ്പെട്ട പാർട്ടിയാണെന്ന്. ലോകത്ത് 1/2 രാജ്യങ്ങൾ ഭരിച്ചൊരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആ തത്വശാസ്ത്രവും തകർന്ന് തരിപ്പണമായത് ഇന്ത്യൻ ജനതയും ലോകവും കണ്ടിട്ടുള്ളതാണ്. ബംഗാളിലും ത്രിപുരയിലും വലിയ ശക്തി ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് CPM. കേരളത്തിൽ മാത്രം നിങ്ങൾ ഒതുങ്ങുന്നു. കേരളത്തിൽ മാത്രമായി നിങ്ങൾ നിൽക്കുന്നു. സർ ഞങ്ങൾ അതിന് സന്തോഷിക്കുന്നവരല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തകരണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നു കോൺഗ്രസ് തകരണമെന്ന്. നിങ്ങളുടെ അന്ധമായ കോൺഗ്രസ് വിരോധമാണ് ഇതിലൂടെ പ്രകടമാകുന്നത്. സാർ നാളെ കേരളത്തിലെ ജനങ്ങൾ ഈ നിങ്ങൾക്കെതിരെ മറുപടി നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സാർ ഇന്നൊരു തെരഞ്ഞെടുപ്പ് നടത്തിയാൽ UDF 100 സീറ്റോടുകൂടി അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞ 9 വർഷക്കാലത്തെ ദുരന്തം ഇനിയും കേരളത്തിൽ ആവർത്തിക്കാൻ പാടില്ല എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട സ്പീക്കർ സാർ, കേരളത്തിലെ ജനങ്ങൾ ഇതുപോലെ ത്യാഗവും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സഹിക്കുന്ന ഒരു കാലമുണ്ടായിട്ടുണ്ടോ സാർ? ആശുപത്രികളിൽ മരുന്നില്ല, ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നില്ല, ആശാവർക്കർക്ക് അംഗനവാടി പ്രവർത്തകർക്കും ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല, ക്യാൻസർ രോഗികൾക്ക് പോലും പെൻഷൻ കൊടുക്കുന്നില്ല, സ്റ്റെന്റ് കൊടുത്തിട്ടുള്ള ഹാർട്ടിന് വേണ്ടി സ്റ്റെന്റ് കൊടുത്തിട്ടുള്ള കമ്പനികൾക്ക് പണം കൊടുക്കുന്നില്ല, മെഡിസാപ്പ് പൂർണ്ണമായി തകർന്നിരിക്കുന്നു. ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും തകർച്ച നേരിടുന്ന ഒരു കാലഘട്ടമാണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. നമ്മുടെ ധനകാര്യമന്ത്രി ഈ കാര്യത്തിന് മറുപടി പറയുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ ഈ അപ്രോപ്രിയേഷൻ ബില്ലിനെ ശക്തമായി എതിർക്കുകയാണ് സർ.